വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി യുവാക്കളിൽ നിന്നും കോടികൾ തട്ടിയതായി പരാതി. 1 മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും തട്ടിയെടുത്തത്. പത്തനംതിട്ട സ്വദേശികളായ പാസ്റ്റർമാരാണ് തട്ടിപ്പിന് പിന്നിലെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തിരുവല്ല മല്ലപ്പള്ളി സ്വദേശികളായ പാസ്റ്റർ മനോജ് എം ജോയി, വില്യം ജോർജ് മല്ലിശ്ശേരി, അലക്സ് എന്നിവർ ചേർന്നാണ് 300ഓളം പേരെ ജോലി വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചത്. ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. 1 ലക്ഷം മുതൽ 12 ലക്ഷം രൂപ വരെയാണ് ഓരോരുത്തരിൽ നിന്നും തട്ടിയെടുത്തത്. ഞങ്ങൾ കുറച്ച് പേരെ ഒരു നോട്ട് ഇട്ട് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇത് 2 മാസത്തിനുള്ളിൽ തീർക്കും എന്നൊക്കെ പുള്ളി ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് അതിൽ ഒരാൾ ഞാനാണ്. അതുപോലെ തന്നെ ഒരാൾ കാനഡയിൽ പോയിട്ട് വന്ന ഒരു ചേച്ചി, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ കാനഡയിൽ പോയിരുന്ന ഒരു പയ്യൻ. അത് ഞങ്ങൾ ഇത്രയും പേരെ തീർക്കുമെന്നാണ് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് 1,30,000 രൂപയാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവരുടെ കേസിൽ പറയുകയാണെങ്കിൽ 15 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. 8 പേരെ വിസിറ്റിംഗ് വിസയിൽ കാനഡയിലേക്കും ഒരാളെ ദുബൈയിലേക്കും പറഞ്ഞയച്ചിരുന്നു. വിസ കാലാവധി പൂർത്തിയായിട്ടും ജോലിയാകാതെ വന്നതോടെ ഇവർ ദുരിതത്തിലായി. പിന്നീട് മലയാളി സംഘടനകളുടെ കാരുണ്യത്തിലാണ് വിദേശത്ത് കുടുങ്ങിയവർ നാട്ടിലെത്തിയത്. അവിടെ ഹോട്ടൽ ബില്ല് പേ ചെയ്യാൻ ലാസ്റ്റത്തെ സമയത്ത് ഹോട്ടൽ ബില്ല് പേ ചെയ്യാനൊക്കെ പൈസ ഇല്ലാണ്ട് വന്നപ്പോൾ ഞങ്ങൾ തന്നെ കയ്യിൽ നിന്ന് എടുത്താണ് ഹോട്ടൽ ബില്ലിൻ്റെ അവിടുത്തെ ഫുഡ് കഴിച്ചതിൻ്റെ ഒക്കെ പൈസ കൊടുത്തത്. അത് അവിടുത്തെ $1,200 ക്യാഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. തട്ടിപ്പ് സംഘത്തിനെതിരെ എറണാകുളം തേവര പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.